ഹലോ, ഗുഡ് മോർണിംഗ് ചക്കരകളെ. ഇന്ന് നമുക്കൊരു വചനത്തോട് തുടങ്ങാം. ഞാൻ കൃപാസനത്തിൽ നിന്ന് വാങ്ങിയ വചനപ്പെട്ടി. എനിക്കിത് ഭയങ്കര വിശ്വാസവും ഇഷ്ടവും. എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ ഈ വചനത്തിൻ്റെ നിങ്ങൾക്കെല്ലാം കിട്ടുന്നൊരു വചനമായിട്ട് കരുതണേ. ദൈവേ ഗുരുവായൂരപ്പ, എൻ്റെ യേശുപ്പ, മാതാവേ, നല്ലൊരു വചനം തരണേ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനിത് എടുക്കുവാണേ. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. മനസ്സിലായ? സംസാരത്തിൽ തെറ്റുവരുത്താത്ത എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റിയ വചനം. നമ്മൾ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ മോശമായി സംസാരിക്കരുതെന്ന് ഈ പറയുന്നത്. സംസാരം കൊണ്ടാണ് നമ്മൾ എല്ലാവരും നമ്മളിലേക്ക് അടുപ്പിക്കുന്നത്. നമ്മുടെ സംസാരമാണ് നമ്മുടെ ശത്രുക്കളെയും മിത്രങ്ങളെയും എല്ലാവരെയും നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ നാവിലൂടെയാണ്, അല്ലേ? അതാണ് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. യാക്കോ 3:2. ഇതിൻ്റെ ബാലൻസ് ഒക്കെ പറയാൻ ക്രിസ്ത്യൻസിനെ അറിയാൻ പറ്റത്തുള്ളൂ, നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അതേക്കുറിച്ച് എനിക്ക് വിശദമായി പറഞ്ഞുതരാൻ അറിയത്തില്ലെങ്കിലും എനിക്ക് ഈ വചനം ഇഷ്ടപ്പെട്ടു. നമുക്കെല്ലാവർക്കും വേണ്ടി. അതുകൊണ്ട് മോശം സംസാരം, നാവാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജീവിതത്തിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിത വിജയത്തിൻ്റെ ആദ്യ പങ്ക് നമ്മുടെ നാവിനുണ്ട്. നാവ് കൊണ്ട് മോശം പറയാതിരിക്കുക, നാവ് കൊണ്ട് എല്ലാവരെയും പുകഴ്ത്തുന്ന കാര്യം പറയുക, നെഗറ്റീവ് പറയാതിരിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. ഈ നാവാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കേണ്ടത്, ഭക്ഷണം കഴിക്കേണ്ടത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാവ്. അപ്പോൾ ആ നാവിനെ നമ്മൾ നിയന്ത്രിക്കുക. നല്ല കാര്യങ്ങൾ, എത്ര ശത്രുവാണെങ്കിൽ പോലും നമ്മുടെ വായിൽ നിന്ന് ഒരു അസഭ്യ വാക്ക് വരില്ല. ക്ഷമ ഉണ്ടായിരിക്കണം. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനുള്ള ശക്തി നമുക്കുണ്ടായിരിക്കണം കേട്ടാ. അതാണ് പറയുന്നത്. ശരിയായ കാര്യം. നാവിൽ സരസ്വതി വാഴണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഇന്ന് ഭഗവത്ഗീതയിൽ ഒരു വചനം കൂടെ കേൾപ്പിക്കട്ടെ നിങ്ങൾക്ക്. ഭഗവത്ഗീതയിലും നമുക്കൊരു വചനം കേൾക്കാം കേട്ടാ. ഭഗവത്ഗീത കേൾക്കാനും ആഗ്രഹമുള്ളവരുണ്ടല്ലോ. ദാനം ആവശ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന നിശ്ചയത്തോടെ തനിക്ക് ഇതിനു മുൻപ് യാതൊരു ഉപകാരവും ചെയ്യാത്തവനും ദാനം വാങ്ങുവാൻ സർവ്വതാ അർഹനുമായ വ്യക്തിക്ക് ശുദ്ധമായ ദേശത്തും പുണ്യകാലത്തും യാതൊരു ദാനം കൊടുക്കപ്പെടുന്നുവോ ആ ദാനം സാത്വികമെന്ന് സ്മരിക്കപ്പെടുന്നു. ഈ ദാനം ചെയ്താൽ ഇതിന് തക്ക പ്രത്യുപകാരം ദാനം വാങ്ങുന്നവൻ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടോ ദാനം കൊണ്ട് സ്വർഗപ്രാപ്തി സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചോ ധനം ചെലവാക്കേണ്ടി വരുമല്ലോ എന്ന ക്ലേശത്തോടെ യാതൊരു ദാനം നൽകപ്പെടുന്നുവോ ആ ദാനം രാജസമെന്ന് സ്മരിക്കപ്പെടുന്നു. ശുദ്ധമല്ലാത്ത ദേശത്തും പുണ്യപ്രദമല്ലാത്ത കാലത്തും ദാനം വാങ്ങാൻ ഒരു വിധത്തിലും അർഹതയില്ലാത്തവർക്ക് അവരെ സൽക്കരിക്കാതെയും അപമാനിച്ചുകൊണ്ടും യാതൊരു ദാനം കൊടുക്കപ്പെടുന്നുവോ ആ ദാനം താമസമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. മനസ്സിലായ ഇത്? അതായത് ദാനം ആവശ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന നിശ്ചയത്തോടെ ദാനം ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യമാണെന്ന് അറിഞ്ഞു തന്നെ ചെയ്യണം. അതാണ് മുസ്ലിംസ് അവരുടെ റംസാൻ സമയത്ത് ദാനം ചെയ്യുന്നത് കണ്ട. ആ ദാനം ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണെന്ന് വിചാരിച്ച് ചെയ്യാൻ അവർക്കത് സ്റ്റഡി ക്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്കത് കിട്ടിയിട്ടില്ല. ഞാൻ ഇച്ചിരൂടെ അടുത്തിരിക്കാൻ വേണ്ടി എൻ്റെ വീഡിയോ ഇരുട്ടിരിക്കുന്നു. നമുക്ക് ഹിന്ദുസിന് അത് കിട്ടിയിട്ടില്ല. ക്രിസ്ത്യൻസിന് അവർ ദാനം ചെയ്യും, മുസ്ലിംസും ദാനം ചെയ്യും. പക്ഷെ നമുക്ക് ദാനത്തെക്കുറിച്ചൊന്നും കൂടുതലായി നമ്മുടെ എല്ലാ ആളുകൾക്കും അത് അറിയത്തില്ല. ദാനം എന്ന് പറഞ്ഞാൽ വല്ല പിച്ചക്കാരന് 10 രൂപ കൊടുക്കുന്നതായിട്ട് കരുതുന്ന അനേകം ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതല്ല ദാനം. പിന്നത്തെ കാര്യം ദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് അവരിൽ നിന്ന് പ്രത്യുപകാരം പ്രത്യേകിക്കും, അല്ലേ, അവൻ നന്ദിയില്ല എന്ന് പറയും. ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇതാണ് വന്നത് ഇന്ന്. പിന്നെ ദാനം, നമ്മൾ ഒരാൾക്ക് ദാനം കൊടുക്കുമ്പോൾ അവനെ ഒരു ബഹുമാനമില്ലാതെ കണ്ടിട്ട് ഇന്ന് എൻ്റെ പിച്ച മേടിക്കാൻ നീ വന്ന് എൻ്റെ ഒരു ഔദാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അവനെ സ്നേഹത്തോടെ സൽക്കരിച്ച് വീട്ടിൽ അതിഥിയെ പോലെ ഇരുത്തി നല്ല സ്ഥലത്ത് ഇരുത്തണമെന്ന് ബഹുമാനത്തോടുകൂടി ഇരുത്തിയിട്ട് വേണം കൊടുക്കാൻ, ദാനം കൊടുക്കാൻ. അതല്ലാതെ അവനെ പിന്നാമ്പുറത്ത്, അടുക്കളയുടെ പിന്നാമ്പുറത്തോ വീടിൻ്റെ ഏതെങ്കിലും പുറം ഭാഗത്തോ പിൻഭാഗത്തോ മോശ സ്ഥലത്തോ വെച്ചല്ല ദാനം. അത് പവിത്രമായ ഒരു കർമ്മം ചെയ്യുന്ന ബഹുമാനത്തോടു കൂടി നമ്മൾ മനസ്സ് നിറഞ്ഞ് സന്തോഷം
സന്തോഷത്തോടെ കൊടുക്കണം. ആ ദാനത്തിന് മാത്രമേ പ്രയോജനമുള്ളൂ. ഒരാൾക്ക് കൊടുത്തിട്ട് വിളിച്ചു പറയരുത്. ഇതൊക്കെ നമ്മൾ പഠിക്കാത്ത, നമുക്ക് മുതിർന്നവർ പോലും നമ്മുടെ പൂർവ്വീർ പറഞ്ഞിട്ടില്ല. ആർക്കൊന്നും കൊടുക്കല്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ച കൂട്ടത്തില്ല നമ്മുടെ കൂട്ടത്തിൽ. 100 രൂപ കിട്ടിയ ഇത്ര ശതമാനം കൊടുക്കണമെന്നുണ്ട്. 1000 രൂപയ്ക്ക് ഇത്ര ശതമാനമൊക്കെ നോക്കേണ്ട. ശതമാന കണക്കുകളെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല. എങ്കിലും ഇതൊക്കെ നമുക്ക് യൂസഫ് അലിക്കാടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എത്ര ശതമാനം നമ്മൾ കൊടുക്കണം. 2.5% കൊണ്ട് കൊടുക്കണം നമ്മൾ. അങ്ങനെ കൊടുക്കുന്നവന് സമ്പത്ത് മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാകത്തേ ഉള്ളൂ. അറിയാത്തത് ഇപ്പോൾ യൂസഫ് അലിക്കൊക്കെ കൊടുക്കുന്നവന് തന്നെ നമുക്കൊരു എക്സാമ്പിൾ, നമുക്ക് ഉദാഹരണത്തിന് അവരെ എടുക്കാം. നമുക്കിപ്പോൾ അറിയാവുന്ന ഒരാൾ പരസ്യമായിട്ടുള്ള പുള്ളിക്കാരൻ ഒരു പരിചയമില്ലാത്ത ആളുകൾക്കാണ് കൊടുക്കുന്നത്. പുള്ളിക്ക് നാളെ പിൽക്കാലത്ത് അദ്ദേഹത്തെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്. പരിചയമുള്ളവർക്ക് ഇനി ബന്ധുക്കൾക്കോ അല്ലെ ആൾക്കാർക്കോ നമ്മൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് അവരുടെ പ്രീതിയും അവർ നമ്മളെ വലിയ ആളായിട്ട് കരുതാനും ഒരു സിൽപ്പന്തി, ഒരു മുഖതാവിൽ നമ്മളൊരു സ്നേഹം കാണിക്കാനും നന്ദി കാണിക്കാനും ഒന്നും നമ്മൾ ചെയ്യരുതെന്നാണ് ഇതിനകത്ത് പറയുന്നത്. തനിക്ക് ഇതിനു മുമ്പ് യാതൊരു ഉപകാരവും ചെയ്യാത്തവനും, നമുക്ക് മുൻപ് ഒരു ഉപകാരവും ചെയ്യാത്തവനായിരിക്കണം. കാരണം ഉപകാരം ചെയ്യുന്നവന് നമ്മളൊരു ദാനം കൊടുത്താൽ അതൊരു പ്രത്യുപകാരം പോലെ ആയിപ്പോവും. അപ്പം അതൊരു കടം വീട്ടലോ അല്ലെ ഒരു കടപ്പാടോ പോലെ ആയി പോകത്തില്ല. അങ്ങനെ ചെയ്യരുതെന്നാണ് ഭഗവാൻ ഇതിനകത്ത് പറയുന്നത്. ദാനം ആവശ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന നിശ്ചയത്തോടെ തനിക്ക് ഇതിനു മുൻപ് യാതൊരു ഉപകാരവും ചെയ്യാത്തവനും ദാനം വാങ്ങുവാൻ സർവ്വതാ അർഹനുമായ വ്യക്തിക്ക് ശുദ്ധമായ ദേശത്തും പുണ്യകാലത്തും യാതൊരു ദാനം കൊടുക്കപ്പെടുന്നുവോ ആ ദാനം സ്വാത്വികമെന്ന് പറയപ്പെടുന്നു. ഓണം, വിഷു, ക്രിസ്മസ്, നല്ല നല്ല ഉത്സവ സമയങ്ങളൊക്കെ വരത്തില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരു 10 രൂപ കിട്ടിയാൽ പാവങ്ങളായിട്ട് ദരിദ്രരായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ആ സമയത്ത് നമ്മളെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുമ്പോൾ, ഒരു കാലഘട്ടത്തിൽ ഞാനും ഒക്കെ ഒരു ഓണം ആഘോഷിക്കാനും നല്ലൊരു പിള്ളേർക്ക് ഒരു വസ്ത്രം ഇട്ട് കൊടുക്കാനും ഒക്കെ ഞാനൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് ആഗ്രഹിച്ചിട്ടുണ്ട്. വന്ന വഴി ഒരിക്കലും നല്ലതായിരുന്നില്ല. അപ്പോൾ അത് അന്നത്തെ കാലത്ത് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമായിട്ട് തോന്നിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രത്യുപകാരം തിരിച്ച് പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഈ ഉപകാരത്തിന് ദൈവം അതിന് നമുക്കൊരു സമ്മാനം തന്നോളും. നമ്മൾ ദൈവത്തെ ആരുടെ എന്താണോ നമ്മളങ്ങ് ചെയ്യണം, അങ്ങനെ ചെയ്യണം. മറ്റൊരാൾ നമ്മൾ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറയണം. അറിയരുത്. അറിഞ്ഞാൽ നമുക്കതിൻ്റെ നന്മ ഉണ്ടാകത്തില്ല. നമ്മൾ ചെയ്യുന്ന ദാനം എപ്പോഴും സ്വാത്വികമായിരിക്കണം. മനസ്സിലായ? അതാണ് പറയുന്നത്. വിളിച്ചു പറയരുത് ഒരിക്കൽ പോലും. നീ എൻ്റെത് മേടിച്ചിട്ടില്ലേ, അല്ല ഞാൻ നിനക്ക് തന്നിട്ടില്ലേ, ഒന്നും ഒരിക്കലും പറയില്ല. ഇതൊക്കെ അടിവരായിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വെക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ, കേട്ടാ. അതുപോലെ നാവിനെ ആദ്യം വന്നത് ബൈബിൾ. നാവിനെ നമ്മളെപ്പോഴും കടിഞ്ഞാണിട്ട് നിർത്തിക്കോണം. എത്ര കോപം വന്നാലും നമ്മൾ ഒരാളുടെ മനസ്സിൽ മുറിവേൽക്കുന്ന വിധത്തിൽ സംസാരിക്കരുത്. ഈ പറഞ്ഞ ഞാൻ പോലും അങ്ങനെ അറിവില്ലാത്ത കാലത്ത് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ എന്നെ കേൾക്കുന്ന എനിക്കിങ്ങനെ പറഞ്ഞാൽ ആരുമില്ലായിരുന്നു. എൻ്റെ ചക്കരകളെ, എൻ്റെ മഹാലക്ഷ്മികളെ, ആരെങ്കിലും ഈ ഒരു അറിവ് ഇച്ചിരി നേരത്തെ കിട്ടിയിരുന്നൊക്കെ ഞാനൊക്കെ നല്ല ആയിപ്പോയേനെ. വളരെ നേരത്തെ, ഒരുപാട് വൈകിപ്പോയി. എനിക്ക് കിട്ടിയ സമയം കൊണ്ട് എനിക്ക് കിട്ടിയ അറിവ് നിങ്ങളിലേക്ക് ഞാൻ പകരുകയാണ്. അതുപോലെ ഒരാൾ ദാനം കൊടുക്കുന്നവൻ വരുമ്പം നമ്മൾ എപ്പോഴും അതിഥിയായി സ്വീകരിച്ച് അകത്തിരുത്തിയിട്ട് വേണം എപ്പോഴും കൊടുക്കാൻ. നല്ല കാലങ്ങളിൽ കൊടുക്കണം. കണ്ടില്ലേ, റംസാൻ സമയത്തൊക്കെ അവർ കൊടുക്കുന്ന കണ്ടില്ലേ, ദാനം കൊടുക്കുന്ന കണ്ടില്ലേ. അവർക്ക് അതൊക്കെ എഴുതി വെക്കും. അവർക്ക് സൽക്കർമ്മത്തിൻ്റെ ഭാണ്ഡത്തിൽ ആ നന്മ എഴുതി വെക്കും. നമുക്കൊക്കെ മോശകർമ്മത്തിൻ്റെ ഭാണ്ഡമായിരിക്കും എപ്പോഴും നിറഞ്ഞിരിക്കുന്നത്, അല്ലേ? സൽക്കർമ്മത്തിൻ്റെയും മോശകർമ്മത്തിൻ്റെയും 2 ഭാണ്ഡങ്ങളുണ്ട്. നമ്മുടെ സമ്പാദ്യം എപ്പോഴും സൽക്കർമ്മത്തിലായിരിക്കണം കൂടുതൽ ചേരുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ സമ്പാദിക്കുകയും നല്ല ജീവിതം നയിക്കുകയും സൽക്കർമ്മം മാത്രം ചെയ്യുകയും ചെയ്യുമ്പം സത്യമായിട്ട് നമ്മൾ കുറേ അങ്ങോട്ട് പോയി കഴിയുമ്പം നമ്മൾക്ക് നല്ലതേ വരത്തുള്ളൂ ജീവിതത്തിൽ. സത്യമായിട്ട് നല്ലതേ വരത്തുള്ളൂ, കേട്ടോ. അതിനൊക്കെ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും പരിശ്രമിക്കണം. നമ്മൾ കൂടുതൽ ഈശ്വരനിലേക്ക് അടുക്കണം. നമ്മളെല്ലാവരും സമഭാവനയിൽ കാണണം. ജാതി, മത, സാമ്പത്തിക സ്ഥാനമാനങ്ങൾ, വർണ്ണ വിവേചനങ്ങൾ ഒന്നും ഒരാളെയും നമ്മൾ മാറ്റി നിർത്തരുത്. നമ്മൾ ഒരാൾ തെറി പറയുകയോ വഴക്കിടുകയോ മോശമായിട്ട് സംസാരിക്കുക ചെയ്താൽ അത് നമ്മൾ കേൾക്കാണ്ടെന്ന് വിചാരിച്ചേക്കണം. എന്നിട്ട് ആ ആളോട് ക്ഷമിച്ചു കൊടുക്കാനൊരു മനസ്സ് നമുക്ക് നമ്മുടെ ദേഹത്ത് തൊട്ട് കളിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പ്രതികരിക്കാവുള്ളൂ എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ദേഹത്ത് അതായത് ക്ഷമിച്ച് അങ്ങേയറ്റം പോയിട്ട് ലാസ്റ്റ് മാത്രം നമുക്കൊരു പ്രതികരണം ഉണ്ടാകാവുള്ളൂ. അതല്ലാതെ ഫസ്റ്റ് തന്നെ കയറി അതുപോലെ ആരെയും നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ചൂടാകുന്ന സ്വഭാവത്തില്ല. എനിക്കൊക്കെ എന്തോ ഉണ്ടായിരുന്നു ശരിക്കും അതിൻ്റെ ജീവിതത്തിൽ. ഒരു പക്ഷേ ജീവിത തകർച്ചയിൽ നിന്ന് എൻ്റെ ജീവിതത്തിലും അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പേര് അങ്ങനെ ദേഷ്യപ്പെട്ട്, ഒരുപാട് പേര് എന്നെപ്പോലെ തന്നെ ആ മോശം ഘട്ടങ്ങളിലൂടെ കടന്നു വരുന്നവരുണ്ട്. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇതൊന്നും കേൾക്കാൻ പോലും മനസ്സ് കാണത്തില്ല.
അല്ലേ? ശരിയല്ല? എനിക്കുമൊക്കെ ഇല്ലായിരുന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് എന്തൊരു ഉപകാരമാണ്. നമുക്ക് എന്തിനെയൊക്കെ കുറിച്ച് അറിവ് കിട്ടും അല്ലേ? ഇതിനെ നന്നായി വിനിയോഗിച്ചാൽ ഒരുപാട് അറിവ് കിട്ടും. നമ്മൾ നല്ലവരാകും, നമ്മൾ പ്യുവറാകും. നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കാം. നമുക്ക് ബിസിനസ് ചെയ്യാം, നമുക്ക് അറിവുകൾ ശേഖരിക്കാം, നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് വീഡിയോകളിട്ട് കാശുണ്ടാക്കാം. നമുക്ക് എന്തെല്ലാം മാർഗത്തിന് ഈ മാധ്യമത്തെ നമുക്ക് ഉപയോഗിക്കാം. നല്ല കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാം, നല്ല കാര്യങ്ങൾ അല്ലേ? മോശം കാര്യങ്ങൾക്കായിട്ടും വിനിയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നവരില്ലേ ഇതിനകത്ത്? നല്ല സമൂഹത്തിന് ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരും ഇല്ലേ? അപ്പോൾ അവരതിനെ മിസ്യൂസ് ചെയ്യുന്നു. നമ്മൾ എല്ലാം നല്ലത് ചെയ്യാൻ ശ്രമിക്കുക, നല്ല പ്രാർത്ഥനയും നല്ല ചെയ്യണം. അപ്പം നമ്മളിലേക്ക് വഴികൾ വന്നുകൊണ്ടിരിക്കും കേട്ടാ ചക്കരകളെ. ഈ ദാനം ചെയ്താൽ ഇതിന് തക്ക പ്രത്യുപകാരം ദാനം വാങ്ങുന്നവൻ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടോ, ദാനം കൊണ്ട് സ്വർഗപ്രാപ്തി സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ ധനം ചിലവാക്കേണ്ടി വരുമല്ലോ എന്ന ക്ലേശത്തോടെ യാതൊരു ദാനം നൽകപ്പെടുന്നു, ആ ദാനം രാജസമെന്ന് പറയപ്പെടുന്നു. മനസ്സിലായി? ഈ ദാനം ചെയ്താൽ ഇതിന് തക്ക പ്രത്യുപകാരം നാളെ ഇവൻ ചെയ്യും എന്നോർത്ത് ഒരിക്കലും ചെയ്യരുത്. ദാനം കൊണ്ട് സ്വർഗപ്രാപ്തി സാധിക്കുമെന്നോ, എനിക്ക് ഈ ദാനം ചെയ്താൽ എനിക്ക് സ്വർഗം കിട്ടില്ല, എന്നെ എന്തെങ്കിലും കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എന്നാൽ എനിക്ക് ഇച്ചിരി സ്വർഗം കിട്ടില്ല, എനിക്ക് നല്ല സ്വർഗം കിട്ടേണ്ടതുകൊണ്ട് ഈ ശല്യത്തിന് എന്തെങ്കിലും കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ഒരിക്കലും ചെയ്യരുത്. ധനം ചിലവാക്കേണ്ടി വരുമല്ലോ എന്ന ക്ലേശത്തോടെ, എൻ്റെ ദൈവം എൻ്റെ ഇത്രയും പൈസ പോകുമല്ലോ, ഷോ ദാനം കൊടുത്തിട്ട് ദൈവം അത്രയും കൊടുത്തല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വിചാരം മനസ്സിൻ്റെ ചിന്തകളിൽ ഒരു അംശം പോലും വരാൻ പാടില്ല. അപ്പോൾ ആ ദാനം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ആ ദാനം രാജസമെന്ന് പറയപ്പെടുന്നു. ശുദ്ധമല്ലാത്ത ദേശത്തും പ്രദമല്ലാത്ത കാലത്തും ദാനം വാങ്ങാൻ ഒരു വിധത്തിലും അർഹതയില്ലാത്തവർക്ക് അവരെ സൽക്കരിക്കാതെയും അപമാനിച്ചുകൊണ്ടും യാതൊരു ദാനം ചെയ്യപ്പെടുന്നുവോ ആ ദാനം താമസമെന്ന് പറയപ്പെടുന്നു. നമ്മൾ ഒരാൾക്ക് ദാനം കൊടുക്കുമ്പോൾ അവൻ പോലും അറിയരുത് നമ്മൾ ദാനം കൊടുക്കാൻ. അത്ര പാവപ്പെട്ടവർ ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ദാനം കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവനെ സംതൃപ്തനാക്കിയതിന് ശേഷം അവനത് കൊടുക്കുമ്പം അവൻ്റെ പ്രതീക്ഷിക്കാതെ ഇരിക്കും. നമ്മളവന് എന്താണ് ഒരു അതിഥി എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഗസ്റ്റായിട്ട് പറഞ്ഞ് ആരും അറിയാതെ അവർ ക്ഷണിച്ചൊരു ഭക്ഷണമൊക്കെ കൊടുത്ത് നിറച്ച് സന്തോഷവും പ്രത്യേകിച്ചൊരു സ്നേഹം കാണിച്ച് എൻ്റെ വീട്ടിൽ പറഞ്ഞ് എനിക്ക് നിങ്ങളെ ഇവിടെ നിന്ന് കാണണമല്ലോ, ഇതിന് സംസാരിക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ച് സ്വീകരിച്ചൊക്കെ തിരുത്തി അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ സ്നേഹത്തോടെ കുചേലൻ ഭഗവാനെ കാണാൻ വരുമ്പോൾ ഭഗവാൻ കുചേലനോട് രാജാവാണെന്ന് പോലും മറന്നുപോയാണ് കെട്ടിപ്പിടിക്കുന്ന. പാദം കഴുകി, പുള്ളിയുടെ പാദം കഴുകി കൃഷ്ണൻ, ഓർക്കുന്നുണ്ടോ അതൊക്കെ? അപ്പോൾ അത്ര പോലും. എന്നിട്ട് ഭഗവാൻ എല്ലാം അറിഞ്ഞ് അവിടെ കുചേലൻ തിരിച്ച് ചെല്ലുമ്പം സ്വന്തം വീട് കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു നടക്കണം. ഈ ദാനത്തിന് അത്ര ശക്തിയുണ്ട് ചക്കരകളെ. നമ്മൾ ദാനമെന്ന് പറഞ്ഞാൽ നമുക്ക് വിതയ്ക്കുകയാണ്, നന്മ വിതയ്ക്കുകയാണ്. ദാനത്തെ ഒട്ടും ചെറുതാക്കി കാണല്ലോ. അതുകൊണ്ടാണ് പൂർവികരായിട്ടുള്ളവർ കണ്ട ഇവർ നമുക്ക് മാത്രം ഇതിനൊരു ഗുരുക്കന്മാരുടെ കുറവ് കൊണ്ട് നമുക്കത് വളരെ വളരെ വൈകിപ്പോയി. ഇതൊക്കെ ഭഗവത്ഗീതയൊക്കെ പോലും പണ്ടൊന്നും മലയാളം ഇല്ലായിരുന്നു, സംസ്കൃതത്തിലായിരുന്നു. ഇപ്പോഴാണ് ഇത് മലയാളത്തിൽ. എനിക്ക് തോന്നുന്നു ഇന്നാണ് കൂടുതൽ ഭക്തി ഉള്ളവരെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ അഹങ്കാരവും ആർത്തിയും കൊണ്ടാണ് മനുഷ്യർക്ക്, അതിമോഹവും കൊണ്ടാണ് കടം, സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങനെ കുറേ പേർക്ക് സമാധാനമില്ലാത്ത ജീവിതം ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കുറച്ചൊക്കെ ഈശ്വരവിശ്വാസം കൂടിയൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നു. പക്ഷേ പണ്ടത്തെ പോലെയല്ല. ക്ഷേത്രങ്ങളിലേക്ക് എന്ത് തിരക്കാണ്, പ്രാർത്ഥിക്കാനും വഴിപാട് നടത്താനും ചെല്ലാനും. അവിടെ നിന്ന് വിഷ്ണുസഹസ്രനാമങ്ങൾ ചെല്ലുന്നു, ലളിത സഹസ്രനാമങ്ങൾ ചെയ്യുന്നു. അങ്ങനെ പള്ളികളിൽ ചെന്നാൽ അവിടെയും ആരാധനയ്ക്ക് കൂടുതൽ ആളുകൾ. എല്ലാം അന്ന് കൃപാസനത്തെ ഞാൻ പോയില്ലേ, രാത്രി പോലും എന്തൊരാളായിരുന്നറിയാം അവിടെ. അപ്പം പ്രശ്നങ്ങളുമായിട്ട് ദൈവമാണ് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ എന്ന് വിചാരിച്ച് അവിടേക്ക് പോവുകയാണ് ജനം. മനസ്സിലായി? അപ്പം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കണം, നമ്മുടെ നാവ് നിയന്ത്രിക്കണം, നമ്മുടെ അത്യാഗ്രഹങ്ങൾ തീരണം, ക്ഷമ വേണം നമുക്ക് അല്ലേ? അതിമോഹങ്ങൾ എന്താ പറയുന്നത്, വിചാരിക്കാതെയും ചിന്തിക്കാതെയും പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തി നാളെ നമ്മുടെ ജീവിതത്തിൽ വിപത്താവുക എന്ന് 3 വട്ടം ചിന്തിക്കാതെ നമ്മളൊരു പ്രവൃത്തി ചെയ്യില്ല. ഞാൻ പോലും ചാടുവരുന്നെടുത്ത് ആലോചനയൊന്നും ഇല്ലാതെ ചാടല. ഇപ്പം അങ്ങനെയല്ല, പ്രാർത്ഥിക്കും. നമ്മൾ ചെയ്യുന്നത് ശരിയാവുമെന്നൊരു നമ്മൾ ദൈവത്തിൻ്റെ ഇപ്പോൾ ഭഗവത്ഗീത തുറന്നു നോക്കും, ഞാൻ ഈ വചനപ്പെട്ടി തുറന്നു നോക്കും, അങ്ങനെ എല്ലാം നമ്മൾ തുറന്നു നോക്കും. നമ്മൾ ചെയ്യാമെന്നത് ഇപ്പോൾ ദൈവാനുഗ്രഹമുള്ളൊരു കാര്യമാണ്. ഒരു വചനമൊക്കെ കൃത്യമായിട്ട് ഇതോടെ പോസിറ്റീവ് വൈബ് കൂട്ടും. അങ്ങനെയല്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുക, നമുക്കിപ്പോൾ ഒരു കാര്യത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിരന്തരം നാമജപവും പ്രാർത്ഥനയൊക്കെ വന്നിരുമ്പോൾ പോസിറ്റീവ് വൈബ് ഉണ്ടാകും. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ പ്രകൃതി അതിനായി ഒരുങ്ങും.
അല്ലാതെ നമ്മൾ ഒന്നിനും പെട്ടെന്ന് ചാടി വീഴരുത്. നമ്മളൊരു കാര്യം തുടങ്ങാൻ, നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ്സായിട്ട്, കല്യാണം പിള്ളേർ നടത്താനായിട്ട്, നിശ്ചയമായിട്ട്, ഇനി എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു പണം മുടക്കി നമ്മളൊരു കാര്യം ചെയ്യാൻ പോകും, നമുക്കതുകൊണ്ട് അത് സക്സസ് ആയാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ, അതൊരു കുട്ടിയുടെ ഒരു ജോലിയുടെ കാര്യം നമ്മൾ വളരെ നേരത്തെ തന്നെ ഈ പ്രകൃതിയെ ഒരുക്കണം. പ്രകൃതി ഒരുക്കണമെങ്കിൽ പോസിറ്റീവ് വൈബ് കൂട്ടണം. അത് കൂട്ടണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മൾ അത് മനോനിയന്ത്രണം പാലിച്ച് കൃത്യനിഷ്ഠയോടുകൂടി ഒരു പ്രാർത്ഥനയും അതേക്കുറിച്ച് തന്നെ സദാ ചിന്തിച്ച് പോസിറ്റീവ് വൈബ് തളർന്നും കുത്തിയൊന്നും ഇരിക്കരുത്. എനർജറ്റിക് പ്രാർത്ഥനയായിരിക്കണം. അതിന് വൈബ് കൂടുതലാണ്. അത് കൺസിസ്റ്റൻസിയോട് നിരന്തരം കൃത്യസമയം വെച്ച് പ്രാർത്ഥിച്ച് അതൊക്കെയാണ് കൃപാസനത്തിലൊക്കെ നടക്കുന്നത്. മനസ്സിലായോ? പ്രാർത്ഥിച്ച് അത് നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും കാര്യം സക്സസ് ആയിരിക്കും. എൻ്റെ ലൈഫിൽ എല്ലാ കാര്യവും അങ്ങനെയായിരുന്നു. നിങ്ങളും അങ്ങനെ ആയിരിക്കണം കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് ഇത്രയും പേര്, ഇപ്പോൾ മറ്റു ആൾക്കാരെ പോലെ ഞാനൊരു സമൂഹത്തിന് നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത്. എൻ്റെ വീഡിയോ കണ്ടവരെല്ലാം നല്ല കുടുംബിനികളായിരിക്കും, നല്ല ഭാര്യയായിരിക്കും, നല്ല മകളായിരിക്കും, നല്ല മകനായിരിക്കും. എൻ്റെ വീഡിയോ കണ്ടവരെല്ലാവരും അങ്ങനെ ആയിരിക്കുമെന്ന് എൻ്റെ വിശ്വാസം. എന്നെ ഫോളോ ചെയ്യുന്നവർ അങ്ങനെ തന്നെ ആയിരിക്കും. നല്ല വൃത്തിയുള്ളവരായിരിക്കും, ഭക്തിയുള്ളവരായിരിക്കും, സമൂഹത്തിൽ നല്ല വ്യക്തിയായിരിക്കും. അവർ മോശം വാക്കുകൾ സംസാരിക്കത്തില്ല. അങ്ങനെ കാലാന്തരെ അവരങ്ങനെ ആയിത്തീരും. ഞാൻ അങ്ങനെ അവരുടെ ദൈവവിശ്വാസത്തിലേക്കും നല്ല ജീവിതചര്യയിലേക്കും നല്ലൊരു ഡിസിപ്ലിൻ ജീവിതത്തിലേക്കുമാണ് അവരെ പയ്യെ ഞാൻ സംസാരിച്ച് കൊണ്ടുവരുന്നത്. ആണോ അല്ലേ? നിങ്ങൾ ആൻസർ ചെയ്യണേ. അപ്പം എൻ്റെ വീഡിയോ നിരന്തരം കാണുന്നവർ അങ്ങനെ തന്നെയായിരിക്കും, ഉറപ്പായ കാര്യമാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പൊക്കിക്കൊണ്ട് വരത്തില്ല. വീഡിയോകളുടെ താഴെ നിന്ന് പോയി അനാവശ്യമായ കമൻ്റ് ഇടത്തില്ല. അവർ അറിവില്ലായ്മ കൊണ്ട് എന്ത് കണ്ടാലും അതിന് ഒരു സൊല്യൂഷൻ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയി. ശരിയാണ്, ഒരുപാട് പേർക്ക് അന്ധതയും അറിവില്ലായ്മയുണ്ട്. അതുകൊണ്ടുള്ള എടുത്തിയാട്ടങ്ങളിൽ നിന്ന് ഒരുപാട് നമുക്ക് ചുറ്റും നമ്മൾ തെറ്റ് കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു വട്ടം ഒരു കമൻറ്റ് മോശമായി ഇടുന്നതിന് നമ്മൾ ശരിയായിരുന്ന, നമ്മൾ ഇതുപോലെ തെറ്റുകൾ കാണിച്ചിട്ടില്ല എന്നൊക്കെ ഒന്ന് ചിന്തിക്കണം. നമ്മളങ്ങനെ തെറ്റ് ഒരു മോശം കമൻറ്റ് ഇടുമ്പോൾ അത് വായിക്കുന്ന അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകും എന്ന് ഒക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അവരുടെ മനസ്സൊന്ന് വിങ്ങുമ്പോൾ അത് നമുക്കൊരു അതാ പ്രപഞ്ചത്തിലേക്ക് പോവുകയാണ്. നമ്മളൊരു കമൻറ്റ് ഇടുമ്പോൾ, മോശം ഒരാളെ ഹെർട്ട് ചെയ്യുന്നൊരു കമൻറ്റ് ഇടുമ്പോൾ അവൻ്റെ മനസ്സ് വിങ്ങുന്നത് നമുക്ക് ഒരു ശാപമായി ഒരു പോയിന്റ് കൂട്ടത്തേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ഒരു പോയിന്റ് കൂട്ടത്തേ ഉള്ളൂ. നമ്മൾ എത്രയ്ക്കും മറ്റുള്ളവരെ കുറ്റം പറയാത്തവരുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കോ. നിങ്ങൾ ഭയങ്കര ഐശ്വര്യമായിരിക്കും, ഭയങ്കര സ്മൂത്തായിരിക്കും, ഭയങ്കര ശാന്തതയായിരിക്കും. എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റവും ഏഷണയും ഇല്ലേ അവർ നന്നാകുന്ന കാണാൻ ഇവർ നന്നാകുന്ന കാണാൻ പോയി എപ്പോഴും കുറ്റവും കുറവൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു. അവർക്ക് പിൽക്കാലത്ത് രോഗദുരിതങ്ങളാൽ വലയുന്നത് നമ്മൾ കാണാം. ഞാൻ ഒരുപാട് പേരെ അവരുടെ പഴയ ജീവിത ആരോഗ്യ കാലഘട്ടത്തിലൂടെ അവർ ജീവിച്ചു പോകുന്നത് എങ്ങനെയാണ്, പഴയ കുറേ ആൾക്കാർ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവർ നല്ല കാലഘട്ടത്തിൽ എങ്ങനെയാണ് ജീവിച്ചതെന്നും ഇപ്പം എങ്ങനെ ജീവിക്കുന്നതെന്നും ദുരിതത്തിൽ കിടന്ന് പണവും ഒക്കെ ഉണ്ട്. പക്ഷേ ദുരിതവും കഷ്ടപ്പാടും ഒറ്റപ്പെടലും ഒക്കെ കൊണ്ട് അനുഭവിക്കുന്ന കുറേ പേര് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ നല്ല കാലഘട്ടത്തിൽ അവർ അഹങ്കരിക്കുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും വിതച്ചിട്ടിരിക്കുകയും അതിൻ്റെ ഫലം അവർ വാർദ്ധക്യത്തിൽ വന്ന് കിടന്ന് അനുഭവിക്കുകയാണ്. ചിലർ വാർദ്ധക്യത്തിൽ വളരെ സുഖവും ഭയങ്കരമായിട്ട് ശുശ്രൂഷയും ഒക്കെ അനുഭവിച്ച് മരിക്കുന്നത് കാണാം. അത് ശരിക്കും അവർ മുൻ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മം ചെയ്തിട്ടുണ്ട്, ആരുടെയെങ്കിലും ആത്മാവിനെ മനസ്സ് തണുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കായിരിക്കും മരണകാലത്ത് നല്ല മരണവും കിട്ടും, ശാന്തമായും സ്വസ്ഥമായുള്ള ജീവിതവും കിട്ടും. ഉറപ്പാണ് ചക്കരകളെ, അത് ഉറപ്പായ കാര്യം. ഞാൻ ഒരുപാട് പേരെ ചെക്ക് ചെയ്തതിനകത്തുനിന്ന് ഞാൻ ഓരോരുത്തരുടെ ജീവിതം വീക്ഷിക്കുന്നുണ്ട്. വയസ്സായിരിക്കുന്ന വരെ ഗർഭിഷ്ഠരായ ആൾക്കാർ നല്ല കാലത്ത് മനുഷ്യപ്പറ്റുമില്ലാതെ സ്നേഹം വാർദ്ധക്യകാലത്ത് അവർ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. ശരിക്കൊരു നല്ല മരണം പോലും ഈ ഭൂമിയിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നില്ല ദൈവം തവരെ. പ്രപഞ്ചത്തിന് ഇങ്ങനത്തെ ഒരു കഴിവുണ്ട്. നമ്മൾ എന്ത് വിതയ്ക്കുന്നു, എന്ത് നമ്മുടെ വായിൽ നിന്ന് പോകുന്നു, നമ്മുടെ പ്രവൃത്തി എന്താണോ അതിൻ്റെ ഫലം നമുക്കായിട്ട് കാത്തിരിപ്പുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും പ്യുവറാകാൻ നോക്കുക ഓരോ നിമിഷവും കേട്ടോ. ഈ പറഞ്ഞ കണക്ക് എല്ലാം നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കുക, നല്ല വൃത്തിയായിട്ടിരിക്കാൻ നോക്കുക, നല്ല സംസാരങ്ങളുണ്ടാകുക. നമ്മളൊരു സ്ത്രീക്ക് ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം, അതായത് രാവിലെ അതിരാവിലെ കുളിക്കണം, പ്രാർത്ഥിക്കണം, കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ല ഭക്ഷണം, അടുക്കളയിൽ കയറി പ്രാർത്ഥനയോടുകൂടി ഭക്ഷണം വെച്ച് കൊടുക്കണം, നമ്മുടെ മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കണം, ജീവിത പങ്കാളിയോട് സ്നേഹം പ്രകടിപ്പിക്കണം, നമ്മൾ നല്ല നീറ്റായിരിക്കണം, നമ്മളൊരു ചീത്ത സ്മെല്ല് പോലും കാണരുത്, നമ്മുടെ വായിൽ നല്ല വാക്കുകൾ വരണം. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും എല്ലാവരെയും ബഹുമാനിക്കണം, അത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. മനസ്സിലായി? നമ്മൾ നല്ല അമ്മയായി വരണം, എങ്കിലേ നമ്മുടെ മക്കൾ നല്ല
മകനും മകളുമായി വളർന്നു വരത്തുള്ളൂ. ആ മകൻ വളർന്ന് പിൽക്കാലത്ത് നല്ല ഒരു ഭർത്താവായിരിക്കും. ആ മകൾ വലുതായി വരുമ്പോൾ നല്ലൊരു ഭാര്യയായിരിക്കും. ഈ സമൂഹത്തിനും കുടുംബത്തിനും നന്മ ചെയ്യുന്നവരായി തീരും. നമ്മൾ മോശപ്പെട്ടവരാകും. മോശം വർത്താനം പറഞ്ഞ് മോശം കാര്യങ്ങളെ മക്കളെ കാണിച്ചു കൊടുത്ത് അലപരാതിയായിട്ട് തിന്ന് വലിച്ചെറിഞ്ഞ് പിന്നെ ഒരു അടുക്കും ചിട്ടയില്ലാത്ത ജീവിതം ജീവിച്ച് പിന്നെ ഒരുപാട് കോപവും ദേഷ്യവും തല്ലിപ്പൊളി ജീവിതമൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുടെ മക്കൾ അതായിരിക്കും. അവർ നല്ലൊരു ഭാര്യയാകത്തില്ല, അവൻ നല്ലൊരു ഭർത്താവും ആകത്തില്ല. മനസ്സിലായി? ഇതിൽ നിന്നാണ് പരമ്പര സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പം എന്നെ കാണുന്ന എല്ലാവരും മക്കളോട് നന്നായി പെരുമാറണം. അവർക്ക് സ്നേഹം. വേറെ കാര്യം പറയാം, ജോലിയുള്ള മാതാപിതാക്കളായിട്ടുള്ളവരുണ്ട്. ചിലർ ഭാര്യയും ഭർത്താവായിട്ട് ജോലിയുള്ളവരുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ജോലിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കണം? നിങ്ങളുടെ ഗേറ്റിൻ്റെ അപ്പുറത്തായിരിക്കണം നിങ്ങൾ ഉദ്യോഗസ്ഥർ. വീടിനകത്തോട്ട് മുറ്റത്തോട്ട് കയറുമ്പോൾ പോലും നിങ്ങൾ കറക്റ്റ് ഭാര്യയും ഭർത്താവും ആയിരിക്കണം. നല്ല പ്രണയിക്കുന്ന ദമ്പതികളായി വേണം അകത്തോട്ട് കയറാൻ. നിങ്ങളുടെ മക്കളുടെ റോൾ മോഡലായി മാറണം നിങ്ങൾ. നിങ്ങളുടെ മാതാപിതാക്കളുടെ നല്ല മക്കളായിരിക്കണം. അതായത് മാതാപിതാക്കൾ നമ്മളെ കാത്തിരിക്കും, മക്കളും കാത്തിരിക്കും, ഇല്ലേ? ചിലപ്പോൾ ചൊറിയുന്ന സ്വഭാവമുള്ള വയസ്സായ മാതാപിതാക്കൾ കാണാം. അവരെ കുട്ടികളായിട്ട് കാണണം നമ്മൾ. അവരെ വലിയവരായി കാണുമ്പോഴാണ് നമുക്ക് തിരിച്ചു പറയാനൊക്കെ ദേഷ്യമൊക്കെ വരുന്നത്. അവിടെ നിങ്ങളൊരു ഇഷ്ടം നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ കൂട്ടത്തിൽ അവരെ അങ്ങ് കൂട്ടിയിരിക്കണം. അപ്പോൾ പ്രശ്നം തീരുന്നു. ഭാര്യയും ഭർത്താവ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, അല്ലേ? അപ്പം അവരെ കുട്ടികളായിട്ട് കണ്ട ആ പ്രശ്നം. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ഒരു സാധനം കൊണ്ടുവന്നു, ഞാനങ്ങനെ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഭക്ഷണം പദാർത്ഥം വീട്ടിലോട്ട് എന്തെങ്കിലും ഒരു പുതിയൊക്കെ ഇട്ടിരിക്കും വരുന്നത്. അപ്പം നമ്മൾ ഭർത്താവാണ് വരുന്നതെങ്കിൽ ഭാര്യയുടെ കയ്യിലോട്ട് കൊടുക്കുന്നെങ്കിൽ ഭർത്താവിൻ്റെ അമ്മോ എന്ത് കൊണ്ടുവന്നാലും അവൻ്റെ ഭാര്യയുടെ കയ്യിലോട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട. ആ അമ്മയുടെ കയ്യിലിട്ട് കൊടുത്തേക്കാൻ പറയണം. അമ്മ എല്ലാവർക്കും കൊടുക്കാൻ പറയണം. നമ്മുടെ മക്കളെ അങ്ങനത്തെ നല്ല സംസ്കാരങ്ങളെ കണ്ടു വളരണം. മനസ്സിലായി? നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലുള്ള മാതാവിന് അല്ലെ അമ്മയ്ക്കൊക്കെ ഒരു പ്രഥമ സ്ഥാനം കൊടുക്കണം. എന്നാൽ നിർത്തേണ്ട സ്ഥലത്ത് അവിടെ നിർത്തണം. അനാവശ്യമായി ചൊറിയാൻ വരാൻ നമ്മൾ സമ്മതിക്കണം. അപ്പോൾ സ്നേഹം, പരിഗണന എല്ലാം കൊടുക്കുകയും ചെയ്യണം. കുട്ടികളെപ്പോലെ ചെറിയ ചെറിയ ശാസനകളും കൊടുക്കണം. ഈ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കയറി ഇടപെടാൻ, നമ്മുടെ സന്തോഷങ്ങളിൽ തടസ്സപ്പെടുത്താനൊന്നും, നമ്മുടെ ചിന്തകളെ മലിനമാക്കാനൊന്നും അവരുടെ പ്രവൃത്തിയെ നമ്മൾ നിയന്ത്രണത്തിൽ നിർത്തുകയും ചെയ്യണം. ഞാൻ പറഞ്ഞത് ശരിയാണ്. അങ്ങനത്തെ ചില അമ്മയച്ഛനെ അമ്മയമ്മനെയൊക്കെ കണ്ടിട്ടുണ്ട്. ചില പെൺകുട്ടികൾ ജോലി കഴിഞ്ഞാൽ വീട്ടിൽ കയറാൻ ബുദ്ധിമുട്ടാണ്. വൈകുന്നേരം കുറച്ചുകൂടെ കഴിയട്ടെ. നേരത്തെ ജോലി കഴിഞ്ഞാലും വീട്ടിൽ പോകാൻ കഴിയില്ല. അമ്മായിയമ്മ അവിടെ ചെന്നാൽ ചൊറിയും എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കല്ലേ. നമ്മുടെ മരുമോൾ ജോലിക്ക് പോയിട്ട് നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാം നാളെ അമ്മായിയമ്മയും എനിക്കൊരു മരുമകളാണെങ്കിൽ അവൾ ജോലിക്ക് പോയിട്ട് വരുന്നവളാണ്. ഞാൻ അവൾക്കൊരു ചായ ഇട്ട് കാത്തിരിക്കും, എൻ്റെ മോള് വരുമ്പോൾ ചോദിച്ചു. അപ്പോൾ ആ മകൾക്കൊരു സ്നേഹം ഉണ്ടാകും. വേറൊരു വീട്ടിലൊരു മോള് ആയിട്ട് അവൾക്കും തോന്നത്തില്ല, നമുക്കും തോന്നരുത് അങ്ങനെ. മനസ്സിലായ? എൻ്റെ അമ്മായിയമ്മയാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ടൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. ഒരു പാല വിട്ടാലേ നിങ്ങൾ ആദ്യം ഒരു പാല വിടണം. ഇട്ടെങ്കിലേ ആ പാലത്തിലൂടെ അവൾ കയറി വരത്തുള്ളൂ. അങ്ങനെ മനസ്സിലായ? അങ്ങനെ ഇടണം. എപ്പോഴും അവരിടാൻ വിചാരിക്കണം, നമ്മളിട്ട് കൊടുത്തേക്കണം. അങ്ങനെ ആയിരിക്കണം. ചിലരൊക്കെ ഇതൊന്നും കേട്ടാലും ചെവി കേൾക്കത്തില്ല കേട്ടോ. ഇത് കേട്ടിട്ട് ഇപ്പുറത്തൂടെ അപ്പം തന്നെ കളയും. ചിലരിത് നെഞ്ചിൽ വെച്ചിട്ട് എന്തെങ്കിലും തെറ്റിന് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനെ കളഞ്ഞിട്ട് പുതിയതായിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് എപ്പോഴും നമ്മൾ കാലാന്തരത്തിൽ മാറ്റം വരുത്തണം. നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ അറിവില്ലായ്മ, എടുത്തുചാട്ടം, വിവരമില്ലായ്മ, നമ്മുടെ അസൂയ, നമ്മുടെ കുശുമ്പ്, ഇതൊക്കെ നമ്മൾ ചേർന്നിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ പയ്യെ നമ്മളൊന്ന് മാറ്റണം. നമ്മുടെ തെറ്റുകളെ നമ്മൾ മനസ്സിലാക്കാൻ നോക്കണം. നമ്മുടെ തെറ്റുകളെ നമ്മൾ ശരിയായി ഉള്ളിൽ വെച്ചിട്ട് മറ്റുള്ളവരുടെ തെറ്റുകളെ പൊക്കിയെടുക്കാൻ നോക്കരുത്. നമ്മൾ അവരുടെ ഭാഗത്തുനിന്ന് കൂടെ നിൽക്കുന്ന ഒരാളുടെ സിറ്റുവേഷനും അവരുടെ ചിന്തകളും കൂടെ അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് നോക്കണം. അതുപോലെ ഈ പറയാനുള്ള കാര്യം, ജോലിക്ക് പോയിട്ട് വരുമ്പോൾ നമ്മുടെ വീടിനകത്തോട്ട് കടക്കുമ്പോൾ നമ്മൾ ജോലിക്കാരല്ല. പിന്നെ അവിടെ നമ്മൾ നല്ല ഇണപ്രാവുകളെ പോലെ ഭാര്യയും ഭർത്താവായി മാറണം. ഒരുമിച്ച് ഭാര്യയും ഭർത്താവ് അടുക്കളയിൽ കയറി വേഗം ജോലി. ഒരാൾ കുക്ക് ചെയ്യുമ്പോൾ ഒരാൾ പാത്രം കഴുകണം, ഒരാൾ തുണി വാഷിംഗ് മെഷീനിൽ കഴുകി വിരിക്കുമ്പോൾ ഒരാൾ വീട് ക്ലീൻ ചെയ്യണം. അങ്ങനെ എല്ലാ കാര്യം ചെയ്യുമ്പോൾ വേഗം പണി ഒതുങ്ങും. ഒരാൾ വേസ്റ്റ് കൊണ്ട് എൻ്റെ ബോബനൊക്കെ ഇതുവരെ എനിക്ക് വേസ്റ്റ് കൊണ്ട് കളയേണ്ടി വന്നിട്ടില്ല. ബോബൻ കൃത്യമായി അത് ചെയ്യുമായിരുന്നു. ഇവിടെ പോലും ബോബൻ അമ്മുക്കുട്ടനും അനുമോളെ പിള്ളേരെ കൊണ്ട് കളയിപ്പിക്കുക. എന്നെ അത്രയൊക്കെ അവിടെ ഇരുന്ന് പോലും ബോബൻ ഇവിടുത്തെ കാര്യം നിയന്ത്രിക്കും. മനസ്സിലായി? അങ്ങനെ നമുക്ക് വേണ്ട കെയർ, അങ്ങനെ ഭാര്യയ്ക്ക് കെയർ കൊടുക്കണം. കൂടുതൽ പുരുഷൻ സ്ത്രീക്ക് സപ്പോർട്ട് കൊടുക്കണം. അവളെ കേൾക്കണം. കുറച്ച് സമയം ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു കട്ടനൊക്കെ ഇട്ട് ഒരു ചായ കെട്ടി കുടിച്ചിട്ട് ചെറിയ സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് വർത്താനം പറയണം. രാവിലെ എഴുന്നേറ്റ് വന്നിരുന്ന് അടുക്കള നിങ്ങൾക്ക് ജോലി ബിസിയാണെങ്കിൽ വീട്ടിനകത്തിരുന്ന നമ്മളെല്ലാവരും കൂടെ, മക്കളും അച്ഛനും അമ്മയും എല്ലാം കൂടെ അടുക്കള ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരു 10 മിനിറ്റ് സംസാരം വേണം. അപ്പോൾ നമ്മുടെ ഫാമിലി വൈകുന്നേരം വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് കൂടാൻ തോന്നും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഡൈനിങ് ടേബിളിലൊക്കെ കറിച്ചട്ടി പല പാത്രങ്ങളും ആക്കണ്ട. കാരണം നിങ്ങൾ ഡൈനിങ് ടേബിളിൽ പുറത്തൊക്കെ എന്തെങ്കിലും ഒരു മാറ്റി വിരിച്ചിട്ട് അതിൻ്റെ പുറത്തൊരു ചട്ടിയോടെ കൊണ്ടുവയ്ക്കണം. ചോറും അങ്ങോട്ട് കൊണ്ടുപോയി കഴുകലൊക്കെ ഒരു പണിയല്ലേ, അത് വലിയ പ്രോസസ്സാണ്. പിന്നെ സമയമില്ലല്ലോ. എല്ലാം കൂടി എടുത്തങ്ങോട്ട് വെച്ചിട്ട് ആവശ്യത്തിന് വിളമ്പി എല്ലാവരും കഴിക്കുക. ബാക്കി മൂടി കറക്റ്റ് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കുക.
ഇപ്പോൾ ഒരു ഡീപ്പ് ക്ലീൻ ഞായറാഴ്ച വെക്കുക. ആ ദിവസം ഭാര്യ ഭർത്താവും മക്കളും ഓരോ ജോലി വിഭജിച്ചെടുക്കുക. ഒരാൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ ഒരാൾ കിച്ചൺ ക്ലീൻ ചെയ്ത് എല്ലാ കബോർഡുകളെല്ലാം തൂത്തുവാരി തുടച്ചെല്ലാം അടുക്കി പെറുക്കി വെക്കുക, അല്ലേ? ആവശ്യമില്ലാത്ത വേസ്റ്റൊക്കെ കെട്ടിപ്പെറുക്കി വെക്കുക, അത് പുറത്ത് കളയുക. ഒരാൾ വീടിൻ്റെ ചുറ്റും തൂത്തിടുക. ചെടികളും ചെടികളൊക്കെ വെട്ടി ശരിയാക്കാൻ കാണും, നമ്മുടെ പൂന്തോട്ടമൊക്കെ ശരിയാക്കാൻ കാണും, നമ്മുടെ അടുക്കളത്തോട്ടം ശരിയാക്കാൻ കാണും. അങ്ങനെ എല്ലാത്തിലും നമ്മൾ മിക്സാകുക, ഒരുമിച്ച് നിൽക്കുക. നമ്മുടെ സമയം പോകുന്ന അറിയത്തില്ല. നമ്മുടെ കുടുംബം ഭയങ്കര ശാന്തവും സുന്ദരവുമായിരിക്കും. മറ്റുള്ളവർക്ക് കാണുമ്പോൾ ബഹുമാനം തോന്നും. നമ്മുടെ പോലെ ആകാൻ അവർ ശ്രമിക്കും. മുല്ലപ്പൂമ്പടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. നല്ല കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടുക, നല്ല വൃത്തിയും അടുക്കും ചിട്ട ഇതുപോലെ ജീവിക്കുന്ന കുടുംബങ്ങളിൽ ആയിട്ട് കൂട്ടുകൂടുക. അപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ അത് കണ്ടിട്ട് പകരുന്നെടുക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഏത് ഫാഷൻ കണ്ടാലും നമ്മുടെ മനസ്സ് അതിനെ അനുകരിക്കാൻ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് മോശം കണ്ടാൽ മോശം നമ്മൾ അനുകരിക്കും, നല്ലത് കണ്ടാൽ നമ്മൾ നല്ലത് അനുകരിക്കും. അപ്പം അനുകരിക്കാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ കാണാവുള്ളൂ. ചക്കരകളെ നിർത്തുവാണേ, എനിക്കൊരു കോള് വന്ന് അതിൻ്റെ പുറകെ പോകണം. എനിക്ക് ജോലി ഇത് 24 മിനിറ്റ് ഇനി നിങ്ങളെനിക്ക് ബുദ്ധിമുട്ടിക്കാൻ പോയാൽ ബാക്കി പിന്നെ പറയാം. ഞാൻ പറഞ്ഞ പോലെ നല്ല പോസിറ്റീവായിട്ടിരിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ.